വരുത്തുപോക്ക് കണ്ട സീനത്തിന്റെ കഥയാണിത്. പഴയ കാലത്തെ ഒരു കഥയാണ്. അന്നത്തെ കാലത്ത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഗ്യാസ് സ്റ്റവോ ഇലക്ട്രിക് സ്റ്റവോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് അന്നത്തെ സമയത്ത് ഗ്രാമത്തിലെ സ്ത്രീകൾ എല്ലാവരും ചേർന്ന്, അതായത് വീട്ടിലുള്ളവരും വീടിന് തൊട്ടടുത്ത് താമസിക്കുന്നവരെല്ലാവരും കൂടെ ചേർന്ന് ഉച്ചഭക്ഷണത്തിന് ശേഷം വീടിനടുത്തുള്ള മലകളിലേക്കും കുന്നുകളിലേക്കും വിറക് ശേഖരിക്കാൻ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും അവർ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു വിറക് ശേഖരിക്കാനായി അത്തരത്തിലുള്ള മലകളിലേക്കും കുന്നുകളിലേക്കും പോയിക്കൊണ്ടിരുന്നത്. അന്ന് സീനത്തും വിറക് ശേഖരണത്തിനു വേണ്ടി അമ്പലക്കുന്നിലേക്ക് യാത്ര തിരിച്ചു. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ ലോകത്തേക്ക് പോകാം നമുക്ക്. അന്ന് വിറക് ശേഖരണത്തിന് വേണ്ടി സീനത്തും അമ്പലക്കുന്നിലേക്ക് യാത്ര തിരിച്ചു. എന്നും പോകുന്ന വഴി തന്നെയാണ്, എന്നും പോകുന്ന സ്ഥലം തന്നെയാണ്. എന്നാൽ സീനത്തിനെ അവിടെ കാത്തിരുന്നത് ഒരു രക്ഷസായിരുന്നു. ആ ഒരു രക്ഷസിന്റെ സാന്നിധ്യം സീനത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ എല്ലാ കഥകളും കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. വർഷങ്ങൾക്കിപ്പുറം ഈ കഥ എന്നോട് പറയുന്ന ഈ സമയത്ത് സീനത്ത് ഒരു ഉമ്മയായിരുന്നു. സീനത്തിന്റെ പഴയ കാലത്ത്, വളരെ ചെറുപ്പമായിരുന്ന കാലത്തായിരുന്നു ഈ സംഭവം നടന്നത്. അന്ന് അമ്പലക്കുന്നിലേക്ക് എല്ലാവരും കൂടെ വിറക് ശേഖരിക്കാനായി പോയി, കൂടെ സീനത്തും. അന്ന് എല്ലാവരും വളരെ ആസ്വദിച്ചും കളിയും ചിരിയും എല്ലാം പറഞ്ഞ് വിറക് ശേഖരിക്കുന്നതിനിടയിലാണ് വിറക് വെട്ടുന്ന കത്തി തന്റെ കയ്യിൽ കൊണ്ടത്. കയ്യിൽ കൊണ്ട സമയത്ത് തന്നെ സീനത്തിന്റെ കയ്യിൽ നിന്നും രക്തം വാർന്ന് ആ അമ്പലക്കുന്നിലേക്ക് വീണിരുന്നു. ആ സമയത്ത് പതിവില്ലാത്ത തരം ഒരു കാറ്റ് അവിടെ വീശുകയുണ്ടായി. അതേ സമയത്താണ് പെട്ടെന്ന് എന്തോ ഒന്ന് വീഴുന്ന തരത്തിലുള്ള ശബ്ദം കൂട്ടുകാരികൾ കേട്ടത്. തിരിഞ്ഞു നോക്കുമ്പോൾ സീനത്ത് ബോധരഹിതയായിരുന്നു. എന്നിട്ട് അവിടെ നിന്നും സീനത്തിനെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കൂടെയുള്ള സ്ത്രീകൾ പലരും ശ്രമിച്ചെങ്കിലും അവളെ കൊണ്ടുപോകാനായി അവർക്ക് സാധിച്ചിരുന്നില്ല. കാരണം അവൾക്ക് പതിവിലും കൂടുതൽ ഭാരം അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെ കൂട്ടത്തിലുള്ള 1-2 പേർ ഗ്രാമത്തിൽ ചെന്ന് വിവരം അറിയിച്ച ശേഷം 3-4 ആണുങ്ങൾ ആ അമ്പലക്കുന്നിലേക്ക് വരികയും അവളെ ചുമന്ന് കൊണ്ടുപോവുകയും ചെയ്തു. എങ്കിലും അവർക്ക് പോലും ഭാരം താങ്ങാനാവാത്ത തരത്തിലുള്ള ഒരു ഭാരമായിരുന്നു സീനത്തിന് അന്ന് അവർ അനുഭവപ്പെട്ടത് എന്ന് പറഞ്ഞു കേട്ടു. കുറെ സമയങ്ങൾക്ക് ശേഷം ബോധം തെളിഞ്ഞതോടെ സീനത്ത് തികച്ചും നിശബ്ദയായിരുന്നു. ആരോടും ഒന്നും സംസാരിക്കാതെ, ഒന്നും ഉരിയാടാതെ ഒരു മൂലയിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുകയായിരുന്നു. എന്നാൽ ചില സമയങ്ങളിൽ സീനത്ത് പൊട്ടിച്ചിരിക്കുന്നു, ചില സമയത്ത് സീനത്ത് ഉറക്കെ കരയുന്നു, എന്നാൽ ചില സമയത്ത് നിശബ്ദമായിരിക്കുന്നു. എങ്കിലും സീനത്തിൽ വിചിത്രമായി കണ്ട ഒരു കാഴ്ചയുണ്ടായിരുന്നു. സീനത്ത് അദൃശ്യനായ ആരോടോ എന്തൊക്കെയോ സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു തരം കാഴ്ച അവരുടെ വീട്ടുകാർ കേട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ അന്നത്തെ കാലത്ത് ഇതിനെല്ലാം ചികിത്സയുണ്ടെന്നോ അല്ലെങ്കിൽ ഇതിനൊരു പ്രതിവിധി എന്താണെന്ന് പോലും അറിയാതിരുന്ന അവർ ഈ ഒരു അവസ്ഥ മുന്നോട്ട് കൊണ്ടു നടന്നു. പലപ്പോഴായി സീനത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ചില സമയത്ത് അവൾ നിശബ്ദയായിരിക്കുക, ചില സമയത്ത് ഉറക്കെ പൊട്ടിച്ചിരിക്കുക, ചില സമയത്ത് അവൾ പതുക്കെ കരയുക. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം അർദ്ധരാത്രി സീനത്തിനെ കാണാനുണ്ടായിരുന്നില്ല. വീട്ടുകാരും നാട്ടുകാരും പലയിടത്തും തിരഞ്ഞു, എന്നാൽ എവിടെയും അവളെ കാണാൻ സാധിച്ചില്ല. അങ്ങനെയാണ് ഒരു മരം വെട്ടുകാരൻ അവിടെ വന്ന് പറഞ്ഞത്, നിങ്ങളുടെ മകൾ സീനത്ത് അമ്പലക്കുന്നിലേക്ക് പോകുന്നത് കണ്ടു. അവിടെ ചെന്ന് അന്വേഷിച്ചാൽ ഒരുപക്ഷെ അവളെ കിട്ടുമായിരിക്കും. വീട്ടിലുള്ളവർ ഇത് കേട്ട ഉടനെ അമ്പലക്കുന്നിലേക്ക് യാത്ര തിരിച്ചു. ആ സമയത്താണ് അമ്പലക്കുന്നിൽ അവർ ഈ വിചിത്രമായ കാഴ്ച കണ്ടത്. സീനത്തിന് നേരെ നോക്കി വരുന്ന ഒരു തീഗോളം. ആ തീഗോളത്തെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സീനത്തിനെയായിരുന്നു അവൾ കണ്ടത്. പലരും അടുത്തേക്ക് ചെല്ലാൻ പോലും ഭയന്നിരുന്ന ഒരു സമയമായിരുന്നു അത്. എന്നാൽ സീനത്ത് ആ ഒരു തീഗോളത്തെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അതിൽ നിന്നും അവർക്കെല്ലാം മനസ്സിലായ ഒരു കാര്യമുണ്ട്. തീഗോളമായി വന്നത് ആ അമ്പലക്കുന്നിലെ രക്ഷസായിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആ രക്ഷസിനെ അമ്പലക്കുന്നിൽ ബന്ധസ്ഥനാക്കിയതാണ്.
അങ്ങനെയൊരു കഥ പോലും ആ നാട്ടുകാർ മറന്നിരുന്നു. പണ്ട് വളരെ ശല്യക്കാരനായിരുന്ന ഒരു രക്ഷസ് ഉണ്ടായിരുന്നു. ആ രക്ഷസിനെ അന്നത്തെ മാന്ത്രികനായ ഒരു പോറ്റി അവിടെ ബന്ധസ്ഥനാക്കുകയും പിന്നീട് കാലങ്ങളായി അതിനെ പൂജിച്ച് വരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്നാൽ കാലത്തിന്റെ പോക്കിൽ അങ്ങനെയൊരു കഥയും അങ്ങനെയൊരു ആചാരവും തന്നെ ആ നാട്ടിലുള്ളവരും ആ നാട്ടുകാരും മറന്നിരുന്നു. എന്നാൽ രക്ഷസിന് മനുഷ്യന്റെ രക്തം വളരെയധികം ഇഷ്ടമായതുകൊണ്ട് തന്നെ അന്ന് സീനത്ത് മരം വെട്ടുന്നതിനിടയിൽ മുറിഞ്ഞ കയ്യിൽ നിന്നും വീണ രക്തത്തുള്ളികൾ കൊണ്ട് രക്ഷസിന് അന്ന് ശാപമോക്ഷമുണ്ടായി. എന്നാൽ ശരീരം മോഹിച്ച് നടക്കുന്ന രക്ഷസായിരുന്നു സീനത്തിന്റെ ആത്മാവിലേക്ക് കയറിയിരുന്നത്. പഴയകാലത്ത് വരുത്തുപോക്ക്, എതിർപോക്ക്, ചങ്ങലമാടൻ, രക്ഷസ്, ബ്രഹ്മരക്ഷസ് എന്നിങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ബ്രഹ്മരക്ഷസ്. ആ ബ്രഹ്മരക്ഷസിന് ഒരു പ്രത്യേകതയുണ്ട്. മോക്ഷം കിട്ടാതെ മരിച്ച ഒരു ബ്രാഹ്മണനായിരുന്നു രക്ഷസാവുക എന്ന ഒരു പഴങ്കഥയുണ്ട്. അങ്ങനെ തന്നെ ആയിരുന്നു ആ കഥ. പഴയകാലത്ത് മോക്ഷം കിട്ടാതെ മരിച്ചുപോയ ഒരു ബ്രാഹ്മണൻ രക്ഷസായി മാറി പിന്നീട് ആ പ്രദേശം മുഴുവൻ നാശം വിതയ്ക്കുകയും ആ പ്രദേശത്തെ മുഴുവൻ ശല്യം ചെയ്തതുകൊണ്ടായിരുന്നു അന്നത്തെ മാന്ത്രികൻ ആ രക്ഷസിനെ അമ്പലക്കുന്നിൽ തളച്ചത്. അതിനടുത്തായി ഒരു അമ്പലവുമുണ്ട്. എന്നാൽ അമ്പലത്തിൽ നിന്നും എന്നും വരുന്ന വരുത്തുപോക്ക്, ആ വരുത്തുപോക്കിനെ സംരക്ഷിക്കുന്ന രീതിയിലായിരുന്നു ആ രക്ഷസ് അവിടെ നിലകൊണ്ടിരുന്നത്. എന്നാൽ സീനത്തിന്റെ രക്തം ലഭിച്ചതിനു ശേഷം ആ രക്ഷസ് ആ വരുത്തുപോക്കിന് എതിർപോക്കായി നിന്നു. അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നിന്നും വരുന്ന ദേവിയുടെ എഴുന്നള്ളത്തിന് ഈ രക്ഷസ് തടസ്സമായിരുന്നു. ഇന്നും അർദ്ധരാത്രിയിൽ വരുത്തുപോകുന്ന സമയത്ത് സീനത്ത് ആ അമ്പലക്കുന്നിലേക്ക് എത്തുമായിരുന്നു. സീനത്തിനുള്ളിൽ ആ രക്ഷസിന്റെ ഒരു സാന്നിധ്യം ഉള്ളത് കൊണ്ടായിരുന്നു അങ്ങനെയൊരു കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരുന്നത്. അന്ന് അർദ്ധരാത്രി അമ്പലത്തിലേക്ക് നടക്കുന്ന സീനത്തിന്റെ ഓരോ ചവിട്ടുപടികളിൽ നിന്നും ഒരു ചങ്ങല കിലുങ്ങുന്ന ശബ്ദം കേൾക്കാറുണ്ടെന്ന് ആ നാട്ടുകാർ പറയുന്നു. അത് സർവ്വസാധാരണമാണ്. കാരണം ബ്രഹ്മരക്ഷസ്, അതുപോലെ ചങ്ങലമാടൻ എന്നിങ്ങനെയുള്ള സങ്കല്പങ്ങൾ വഴിമധ്യേ നടന്നു പോകുമ്പോൾ ഒരു തരം ചിലമ്പിന്റെ ശബ്ദമായിരുന്നു. അത് ഇന്നത്തെ കാലത്ത് സങ്കല്പിക്കുകയാണെങ്കിൽ അതൊരു ചങ്ങല കിലുങ്ങുന്ന ശബ്ദം പോലെ തന്നെയായിരുന്നു. അതിനുശേഷം സീനത്ത് ഒരിക്കലും പഴയ ഒരു സീനത്തായിരുന്നില്ല. കാരണം വീട്ടിൽ നമസ്കാര സമയങ്ങളിൽ സീനത്തിന് എന്തൊക്കെയോ ഒരു തരം അസ്വസ്ഥത അനുഭവപ്പെടുമായിരുന്നു. ആ സമയങ്ങളിലെല്ലാം സീനത്ത് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമായിരുന്നു. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് തീ വരുന്നു, തീ കത്തുന്നു, എന്നെ അവർ വിളിക്കുന്നു എന്നൊക്കെ പിച്ചുംപേയും പറയുമായിരുന്നു പോലും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരിക്കൽ സീനത്തിന്റെ ഉമ്മ അടുക്കളയിൽ എന്തൊക്കെയോ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഒരു അപരിചിതയായ സ്ത്രീ അവിടെ വന്ന് ആ ഉമ്മയോട് പറഞ്ഞത്, നിങ്ങളുടെ മകളുടെ അസുഖം ചികിത്സിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലേ? എന്തുകൊണ്ടാണ് അവളെ ഇങ്ങനെ ഇട്ടേക്കുന്നത്? അവളെ അസുഖം നിങ്ങൾക്ക് പൂർണ്ണമായും ഭേദമാക്കാം എന്നൊക്കെ ആ സ്ത്രീ പറയുകയുണ്ടായി. ആ സ്ത്രീ അവർക്ക് തികച്ചും അപരിചിതയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകളിൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് മനസ്സിലാക്കിയ അവർ ഉടനെ തന്നെ അവളുടെ ശരീരത്തിൽ നിന്നും ആ രക്ഷസ് ഒഴിഞ്ഞു പോവാനായിട്ടുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളും എല്ലാം പയറ്റി തുടങ്ങി. വളരെ ദിവസങ്ങൾക്ക് ശേഷം നീണ്ട മന്ത്രങ്ങളാൽ അവൾക്ക് മോചനം ലഭിച്ചു. പിന്നീട് സീനത്ത് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഇതൊരു സാങ്കല്പിക കഥ മാത്രമല്ല. യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയിൽ ഒരു പ്രദേശത്ത് ഒരു സ്ത്രീക്ക് നടന്ന ഒരു സംഭവ കഥയാണ്. ഇത് ആ സ്ത്രീ തന്നെ പലപ്പോഴായി സത്യമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ആ സ്ത്രീ പലപ്പോഴായി ഈ ഒരു കഥ അംഗീകരിച്ചിട്ടുമുണ്ട്. ഈ കഥ ഞാനൊരു വ്യക്തിയെയോ ഒരു സമുദായത്തെയോ ഒന്നും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കഥയല്ല. ഇത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കഥകൾ, വരുത്തുപോക്ക്, ചങ്ങലമാടൻ, ബ്രഹ്മരക്ഷസ് എന്നിങ്ങനെയുള്ള സങ്കല്പങ്ങളൊക്കെ സത്യമാണെന്ന് പലപ്പോഴും ചിന്തിച്ചു പോകുന്നത് ഇത്തരത്തിലുള്ള ഓരോ കഥകൾ കേൾക്കുമ്പോഴാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ അനുഭവിക്കും വരെ നമ്മൾക്കെല്ലാം കെട്ടുകഥകളാണ്. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെ കുറിച്ചുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാം.